നിലമ്പൂരിൽ വിധിയെഴുത്ത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ 5.7% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വഴിക്കടവ് 22ാം പോളിംഗ് ബൂത്തിൽ യന്ത്ര തകരാറുണ്ട്. വോട്ടർമാരുടെ നീണ്ട നിരയാണ് പോളിംഗ് സ്റ്റേഷനിലുള്ളത്. പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെയാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തി. ചുങ്കത്തറ MPM HSSൽ നിന്നും ശിവദാസ് കന്മനവും അരുൺ ആലത്തൂരും ചേരുകയാണ്. ആദ്യം അരുൺ ആലത്തൂരിലേക്ക് എത്തുമ്പോൾ M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തും കുടുംബസമേതം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കനത്ത മഴയാണെങ്കിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിൽ പോലും പോളിംഗ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് എവിടെയുമില്ല, എന്നാൽ സാമാന്യം തിരക്ക് ഉണ്ട് താനും. അത്തരത്തിലാണ്, അതായത് നീണ്ട നിരകളൊന്നുമില്ല, എങ്കിലും ആളുകൾക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്തപ്പോൾ പുറത്തു പോകാനുള്ള തരത്തിലാണ് ഓരോ ബൂത്തിലും ഇപ്പോൾ നമുക്ക് ആളുകളുടെ തിരക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും 263 പോളിംഗ് സ്റ്റേഷനുകളിലും പോളിംഗ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ചിലയിടങ്ങളിൽ ഒരു യന്ത്ര തകരാറ് ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. ചിലയിടങ്ങളിൽ വെളിച്ചക്കുറവുണ്ട് എന്നുള്ളൊരു പരാതിയും ഉയർന്നു എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും 14 പ്രശ്നസാധ്യത ബൂത്തുകളാണ് ഉള്ളത്. അതിൽ തന്നെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 2,32,000 വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്താനായിട്ടുള്ളത്. അതിൽ സുരക്ഷയ്ക്കായിട്ട് 1200 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കമ്പനി കേന്ദ്രസേന ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ വനമേഖലയിലേക്കുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ വനത്തിനകത്ത് തന്നെ പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പോളിംഗ് തുടങ്ങി ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ 2 മണിക്കൂറിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളായ M സ്വരാജ് ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. അച്ഛൻ്റെ കൂടെ എത്തിയായിരുന്നു M സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയത്. തുടർന്ന് മികച്ച വിജയപ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് M സ്വരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം ആര്യാടൻ ഷൗക്കത്ത് ഞാൻ നിൽക്കുന്ന സ്കൂളിലാണ് എത്തി വോട്ട് രേഖപ്പെടുത്തിയത്. ആര്യാടൻ ഷൗക്കത്തും കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തുകയും പോളിംഗ് വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നും വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഉൾപ്പെടെയാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചത്. മാത്രമല്ല ഈ വിവാദങ്ങളൊന്നും തിരിച്ചടിയാവില്ല, അല്ലെങ്കിൽ വിവാദങ്ങളൊക്കെ ഈ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അതിലൊരു കാര്യമുള്ളത്, UDFും ഇടതുപക്ഷവും തന്നെയാണ് പ്രധാനമായിട്ടും വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ജനകീയ വിഷയങ്ങൾ ഉയർത്തുന്നതിന് പകരം ഇത്തരം വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഇടതുപക്ഷവും UDFും തന്നെയാണെന്നിരിക്കെയും സ്ഥാനാർത്ഥി അത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ജനകീയ വിഷയങ്ങളെ മറച്ചു പിടിക്കാനാണെന്ന തരത്തിലുള്ള പ്രതികരണം ഏതായാലും രാവിലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനി അടുത്തത് ഈ വോട്ട് രേഖപ്പെടുത്താനായിട്ടുള്ളത് NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജാണ്. മോഹൻ ജോർജ് ഈ വോട്ട് രേഖപ്പെടുത്തുന്നത് ചുങ്കത്തറയിലെ സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത്. ആ ചുങ്കത്തറ മാർത്തോമ സ്കൂളിലേക്ക് അദ്ദേഹം ഏകദേശം ഒരു 10 മണിയോടുകൂടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെയും പ്രതികരണം ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. PV അൻവറാണ് മറ്റൊരു പ്രധാന മത്സരിക്കുന്ന വ്യക്തി. ആ PV അൻവർ ഏതായാലും അദ്ദേഹത്തിന് വോട്ട് ഈ മണ്ഡലത്തിലില്ല, എങ്കിലും അദ്ദേഹം രാവിലെ തന്നെ ഓരോ പോളിംഗ് ബൂത്തുകളിലും മറ്റുമൊക്കെ കടന്നു ചെന്ന് വോട്ടർമാരെ നേരിൽ കണ്ട് സന്ദർശിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി പ്രമുഖരായ വ്യക്തികൾ, അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ നിലമ്പൂർ ആയിഷ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പലയിടത്ത് അവരുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ തന്നെ എന്നുള്ളതും ഇപ്പോൾ ഈ നിമിഷം വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും പോളിംഗ് മികച്ച രീതിയിൽ തന്നെ നിലമ്പൂരിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോഴും കാണാൻ കഴിയുന്നത്. ശരി അരുൺ, അതുപോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ മണിക്കൂറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനം TVയോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഈ പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ കൂടുതൽ നിരീക്ഷണം ഉണ്ടാവും എന്നുള്ളത് തന്നെ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പോളിംഗ് ബൂത്തുകളിലും ക്യാമറ നിരീക്ഷണം ഉൾപ്പെടെ ഉണ്ട്, വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്.
ഒപ്പം തന്നെ ആളുകൾ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ മഴ നനയാതെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും അവിടെ പന്തലുകളും മറ്റുമൊക്കെ ക്രമീകരിച്ചതും കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഏതായാലും പോളിംഗിന് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങളാണ് ഇനി വോട്ട് ചെയ്യാനായിട്ട് എത്തേണ്ടത്. അതിൽ മഴ കാരണം ആളുകൾ മടിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. മറ്റൊന്ന് ഉള്ളത്, ഈ നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വരുത്തി വെച്ച തെരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യം എല്ലാ വോട്ടർമാർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോയിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ലീവ് എടുത്ത് വന്ന് വോട്ട് രേഖപ്പെടുത്താനൊക്കെ തയ്യാറാവുമോ എന്നുള്ളത് പോളിംഗ് ശതമാനത്തിൻ്റെ അന്തിമ കണക്ക് വരുമ്പോൾ മാത്രമേ അതിലൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. നിലവിലേതായാലും പോളിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അരുൺ, അവിടെ വോട്ട് ഇട്ട് തുടങ്ങിയിട്ട് 2 മണിക്കൂർ പിന്നിടുമ്പോൾ അവിടെ എവിടെയെങ്കിലും സംഘർഷമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സമാധാനപരമായി തന്നെയല്ലേ വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും സമാധാനപരമായിട്ട് തന്നെയാണ് വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ, അതായത് ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ പരിചയക്കുറവ് മൂലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലയിടങ്ങളിൽ യന്ത്ര തകരാറ് സംഭവിക്കുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചു എന്നുള്ളതാണ്. പിന്നെ വെളിച്ചക്കുറവും മറ്റു പ്രശ്നങ്ങളും ചിലയിടങ്ങളിൽ ഉന്നയിച്ചിരുന്നു, അതിലും പരിഹാരമായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റോ ഒന്നും കാണുന്നില്ല. ഏതായാലും പോളിംഗ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നിലമ്പൂരിലെ ജനത ഏതായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗിൽ തരക്കേടില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും ആളുകളുടെ പ്രതികരണം എന്നുള്ളത് അറിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വലിയ രീതിയിലുള്ള ആവേശത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു, വാദപ്രതിവാദങ്ങളായിരുന്നു, നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളിലുണ്ടായ ചർച്ചകളും അതിനോടൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. അതായത് ജനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച്, രാവിലെയൊക്കെ നമ്മളോട് പ്രതികരിച്ച വോട്ടർമാരൊക്കെ പറഞ്ഞത് തങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, അത് ആർക്കായിരിക്കും എന്നുള്ളതാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, PV അൻവർ എന്ന ഇടതുപക്ഷ MLA ഇടതുപക്ഷത്തോട് പല കാര്യങ്ങളിൽ വിയോജിച്ച് പിന്നീട് പിണറായി വിജയനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് PV അൻവർ ഈ ഇടതുപാളയത്തിൽ നിന്നും പടിയിറങ്ങുന്നത്, രാജിവെക്കുന്നത്. അങ്ങനെ അൻവർ രാജിവെച്ചതിന് പിന്നാലെ അൻവർ കോൺഗ്രസിലേക്ക് പോകുമോ അല്ലെങ്കിൽ UDF പാളയത്തിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു ആദ്യം എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ കാര്യം. പക്ഷേ അൻവർ UDF പാളയത്തിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, DMK എന്നൊരു പാർട്ടി ആദ്യം ഉണ്ടാക്കുകയുണ്ടായി. പക്ഷേ DMK എന്ന പാർട്ടി അതിൻ്റെ ഒരു നിലനിൽപ്പ് സംബന്ധിച്ചൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നങ്ങളും മറ്റുമൊക്കെ ഉയരുന്ന ഒരു സ്ഥിതിയായി. അതോടുകൂടെ അൻവർ പിന്നീട് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ ചേരുന്ന ഒരു സാഹചര്യമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയായി അൻവറിൻ്റെ പാർട്ടി DMK തൃണമൂൽ കോൺഗ്രസിൽ യോജിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് തീയതി വന്ന സമയത്ത് UDF ആണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ആ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നു. UDFിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ആ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയെ വന്നതിന് പിന്നാലെ ഇടതുപക്ഷം M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഈ ഇടതും വലതും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു പിന്നീട് വലിയ ആകാംക്ഷ നിറഞ്ഞ ചോദ്യമായിട്ടുണ്ടായിരുന്നത്. അതിന് ഉത്തരമായിട്ട് മലയോര ജനതയെ അല്ലെങ്കിൽ മലയോര മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് BJP ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയായിരുന്നു. അത് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടായിരുന്നു BJP അവരുടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെച്ചത്. എപ്പോഴും പരിഗണിക്കാതെ പോകുന്ന മലയോര ജനതയ്ക്ക് കൃത്യമായ ഒരു പരിഗണന കൂടി നൽകുന്നതായി മാറുകയായിരുന്നു NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ പ്രഖ്യാപിച്ച അത് എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥിയായി പിന്നെ അതിന് പിന്നാലെയാണ് അൻവർ UDF പാളയത്തേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അൻവർ UDF പാളയത്തേക്ക് പോയില്ല. അത് മാത്രമല്ല, VD സതീഷിനെതിരെ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻവറും മത്സര രംഗത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ആദ്യം നാമനിർദ്ദേശ പത്രികയൊക്കെ നൽകിയത്. പക്ഷേ നാമനിർദ്ദേശ പത്രിക തെറ്റുകൾ ഉള്ളതുകൊണ്ട് പിന്നീട് തള്ളിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനുശേഷം പിന്നീട് രണ്ടാമത് നൽകിയിട്ടുള്ള പത്രിക, ആ രണ്ടാമത്തെ പത്രികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അതിൽ കത്രിക ചിഹ്നമൊക്കെ അൻവറിന് അനുവദിച്ച് നൽകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി.
ഏതായാലും ഇപ്പോൾ ശക്തമായ ഒരു ചതുഷ്കോണ മത്സരം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ആ ചതുഷ്കോണ മത്സരത്തിൽ ആർക്ക് ഈ നിലമ്പൂരിലെ ജനം ആരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് അറിയേണ്ടതുള്ളത്. ഇപ്പോഴേതായാലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ NDA ക്യാമ്പുകളെല്ലാം വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ വളരെ സജീവമാണ് എന്നാണ് ഈ മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല വളരെ വലിയൊരു ആത്മവിശ്വാസമാണ് NDA സ്ഥാനാർത്ഥി പങ്കുവച്ചിരിക്കുന്നത്, അല്ലേ? ശരിയെന്തായാലും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ 6% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴിക്കടവിൽ 22ാം പോളിംഗ് ബൂത്തിൽ യന്ത്ര തകരാർ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. അരുൺ ആലത്തൂർ വീണ്ടും തുടരുകയാണ്. അരുൺ, NDA ക്യാമ്പുകളെല്ലാം വളരെയധികം സജീവമാണ്. NDA സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസമാണ് പങ്കുവച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. കാരണം ഏറ്റവും ഒടുവിൽ നടന്ന കൊട്ടിക്കലാശം, ആ കൊട്ടിക്കലാശത്തിനൊക്കെ നിലമ്പൂർ നഗരത്തിലെത്തിയ NDA പ്രവർത്തകർ, ധാരാളം പ്രവർത്തകരാണ് എത്തിയത്. മുൻപൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ആളുകൾ കൊട്ടിക്കലാശത്തിനൊക്കെ നിലമ്പൂർ നഗരത്തിലേക്ക് എത്തുന്ന കാഴ്ച ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നൊക്കെ ഭിന്നമായി ഇത്തവണ ധാരാളം ആളുകൾ കൊട്ടിക്കലാശത്തിന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് NDA ക്യാമ്പുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ശുഭപ്രതീക്ഷയായിട്ടാണ് NDA കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകം എന്നുള്ളത് മലയോര ജനതയാണ്. ആ മലയോര ജനതയ്ക്ക് എപ്പോഴും അവഗണനയാണ് ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാവാറുള്ളത്. അതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണമായിട്ട് പന്നിക്ക് വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തു എന്ന 15 വയസ്സുകാരൻ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്ന ഒരു കാഴ്ചയും നിലമ്പൂർ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഇത്തരത്തിൽ നിരവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടി കഴിയുന്ന ഒരു ജനത, ആ മലയോര ജനതയുടെ പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ മലയോര ജനതയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ NDAക്ക് ഉണ്ടാവും, BJPക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് NDA ക്യാമ്പുകൾ വെച്ച് പുലർത്തുന്നത്. സ്വാഭാവികമായിട്ടുള്ള NDAയുടെ ഈ മണ്ഡലത്തിലുള്ള വോട്ടുകൾ, ആ വോട്ടുകൾക്ക് അപ്പുറം കൂടുതൽ വോട്ടുകൾ ഈ മലയോര ജനതയുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ NDAക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. ഈ മണ്ഡലത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 8000-ഓളം വോട്ടുകൾ മാത്രമായിരുന്നു NDAക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് 13,000-14,000 വോട്ടുകളോളം ഇവിടെ NDAക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം NDAക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ NDAക്ക് ലഭിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള വോട്ടുകളും ആ വോട്ടുകൾക്ക് അപ്പുറം ഒരു അടിയൊഴുക്ക്, അതാണ് NDA ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത്. ആ അടിയൊഴുക്കിലൂടെ ഈ മലയോര ജനതകളുടെ ഉൾപ്പെടെ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അതൊരു അട്ടിമറി വിജയമായിരിക്കും, അത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റമായിരിക്കും NDA നടത്തുക എന്നുള്ളതാണ് NDA ക്യാമ്പുകൾ ഏതായാലും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ഏറെക്കുറെ വ്യക്തമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ പോരാട്ടം എന്തുകൊണ്ടാണ് പ്രവചനാതീതമാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു ഘടകം PV അൻവർ എന്നുള്ള സ്ഥാനാർത്ഥി ആരുടെ വോട്ട് പിടിക്കും, അതായത് ഇടതുപക്ഷത്തിൻ്റെ ആവുമോ UDFൻ്റെ ആവുമോ വോട്ടുകൾ PV അൻവർ പിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകം എന്നുള്ളത് തീർച്ചയായും അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ വോട്ടുകൾ, എത്ര വോട്ടുകൾ അദ്ദേഹം സമാഹരിക്കും, അദ്ദേഹം കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുന്നതോടുകൂടെ തന്നെ ഇതൊരു ചതുഷ്കോണ മത്സരവും കാര്യങ്ങൾ പ്രവചനാതീതവുമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ചെറിയ ഇടവേളയുണ്ടായിരുന്നു മഴയ്ക്ക്, പക്ഷേ വീണ്ടും മഴ സജീവമായിട്ട് തന്നെ മഴ പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും മഴ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ ഇടവിട്ട് പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. എങ്കിൽ പോലും വോട്ടർമാർ ഇപ്പോൾ ഈ ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോഴും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും പ്രതികൂല കാലാവസ്ഥയിലും വലിയ ജനത്തിരക്കാണ്.